ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം ബിർസ മുണ്ട. ഗാന്ധിജി ലണ്ടനിൽ നിന്നുള്ള കപ്പൽ യാത്രയ്ക്കിടെ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ച വർഷം? ഉത്തരം 1909. 1857 കലാപത്തിന് ജഗദീഷ്പൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം കൻവർ സിംഗ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആരാണ്? ഉത്തരം കാനിങ് പ്രഭു. മംഗൾ പാണ്ഡ അഡ്ജുറ്റന്റ് ബോഗനെ കൊലപ്പെടുത്തിയത് എന്നാണ്? ഉത്തരം 1857 മാർച്ച് 29. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് എത്ര വർഷമാണ്? ഉത്തരം 463 വർഷം. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം? ഉത്തരം ഉത്തർപ്രദേശ്. താഴെ പറയുന്നവയിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം അറിയപ്പെടുന്നത്? ഉത്തരം 1919 മുതൽ 1947 വരെ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഉത്തരം ഓഗസ്റ്റ് 7. ദി എവല്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പട്ടാഭി സീതാരാമയ്യ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? ഉത്തരം ഹർഡഞ്ച് രണ്ടാമൻ. മിന്റോ മോർലി ഭരണ പരിഷ്കാരം നിലവിൽ വരുമ്പോൾ INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം മദൻ മോഹൻ മാളവ്യ. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ചാൾസ് മെറ്റ്കാഫ്. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിന്റെ ഭാഗമായാണ്? ഉത്തരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം. കോൺഗ്രസിനെ ആദ്യമായി ഒരു ഭരണഘടന വേണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം ആനന്ദ മോഹൻ ബോസ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ശ്യാംജി കൃഷ്ണവർമ്മ. 1979 അയർലാൻഡിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി ആരാണ്?
ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം എം എൻ റോയ്. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് INC വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം പട്ടാഭി സീതാരാമയ്യ. ഏത് ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ഗാന്ധിജി വൈസ്രോയിയോട് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? ഞാൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് അങ്ങയോട് അപ്പം ചോദിച്ചു, എന്നാൽ കല്ലാണ് അങ്ങ് എറിഞ്ഞു തന്നത്. ഉത്തരം നിയമലംഘന പ്രസ്ഥാനം. ഖേദ സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം 1918. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകിയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം. ഏത് നിയമത്തിനെതിരായ സമരമാണ് പഞ്ചാബിൽ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവർ നയിച്ചത്? ഉത്തരം റൗലറ്റ് നിയമം. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്തയിൽ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകിയവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കൽക്കട്ട. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. സിദ്ധുവിന്റെയും കാനുവിന്റെയും സ്മരണാർത്ഥം ഇന്ത്യൻ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? ഉത്തരം 2002. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം ക്യാനിങ് പ്രഭു. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? ഉത്തരം നന്ദലാൽ ബോസ്. നെഹ്റു മന്ത്രിസഭയ്ക്കെതിരെ ആദ്യ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ആചാര്യ കൃപലാനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം സൂററ്റ്. 1857 കലാപത്തെ നാനാ സാഹിബ്, താന്തിയ തോപ്പി എന്നിവർ നയിച്ചത് എവിടെയായിരുന്നു? ഉത്തരം കാൺപൂർ.
നീലം കർഷക കലാപം ആരംഭിച്ച വർഷം. ഉത്തരം 1859.